വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് വേൾഡ്. അപ്പോൾ കുറേ നാളായില്ല നമ്മളൊരു മേക്കപ്പ് ലുക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു മേക്കപ്പ് ലുക്കായിട്ടാണ് വന്നിട്ടുള്ളത്. നോ മേക്കപ്പ് ലുക്കാണെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓഫീസിൽ പോവുകയാണെങ്കിലും കോളേജിൽ പോവുകയാണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് വേഗം കണ്ടിട്ട് വരാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ കുറച്ചും കൂടി അടുത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നോ മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല. പക്ഷേ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ സ്കിൻ കെയറിലാണ് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. മേക്കപ്പിൽ അങ്ങനെ അധികമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ചെയ്യുന്ന ചെറിയൊരു മേക്കപ്പ് ആണെങ്കിലും നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും, നല്ലൊരു നാച്ചുറൽ ലുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക, ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. നന്നായി ഫേസ് വാഷ് വെച്ചിട്ട് ക്ലെൻസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചറൈസിങ് ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ് എടുത്തിട്ടുള്ളത്. വൈറ്റമിൻ ഇ മോയ്സ്ചറൈസറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഈ ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ട്. നല്ല എന്താ പറയുക, അടിപൊളി റിവ്യൂ ഒക്കെ ഉള്ള ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അത് എനിക്കും യൂസ് ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നി. ഇത് എന്താ പറയുക, കൂടുതലും ഡ്രൈ സ്കിന്നുകാർക്ക് നല്ല അടിപൊളിയായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഡ്രൈ സ്കിന്ന് മാത്രമല്ല, എല്ലാ ടൈപ്പ് സ്കിന്നിനും ഇത് അടിപൊളിയായിട്ട് യൂസ് ആവും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഒരു വട്ടം നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൽ അഡിക്റ്റ് ആവും, അത് ഉറപ്പാണ്. നിങ്ങൾ ട്രൈ ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക കേട്ടോ. കാരണം എല്ലാ സ്കിൻ ടൈപ്പിനും എങ്ങനെയാണ് ഇത് യോജിക്കുന്നത് എന്നുള്ളത് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാണ്. ഇതിൽ കൂടുതൽ വൈറ്റമിൻ ഇ ആണ് കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു ലുക്ക് ചെയ്യാനായിട്ട് ഇതേ മോയ്സ്ചറൈസർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് മോയ്സ്ചറൈസറാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ ആണെങ്കിൽ നമുക്ക് എല്ലാ ടൈപ്പ് സ്കിൻകാർക്കും പറ്റും. അതുപോലെ നമ്മുടെ ഫേസിനെ അങ്ങനെ ഓയിലി ആക്കില്ല കേട്ടോ. അങ്ങനത്തെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഞാനിവിടെ ചെയ്യുന്നത് ഫൗണ്ടേഷനാണ് കേട്ടോ. ഞാനിവിടെ മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു സ്റ്റിക്ക് ഫൗണ്ടേഷനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഷെയ്ഡൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ. എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമായി. കാരണം എൻ്റെ സ്കിന്നിന് കറക്റ്റ് പെർഫെക്റ്റ് മാച്ചാണ് ഈ ഒരു ഷെയ്ഡ് കേട്ടോ. ഇട്ടിട്ടുണ്ടെങ്കിൽ ഇട്ടു എന്ന് തോന്നില്ല. ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പുട്ടി അടിച്ച പോലത്തെ ഒരു ഫീൽ ഉണ്ടാവില്ല. ആ ഒരു ഫീല് ഈ ഒരു ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞല്ല കേട്ടോ. നല്ല ക്രീമി ടെക്സ്ചറിലാണ് ഉള്ളത്. ഞാൻ ഹോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഷെയ്ഡൊക്കെയാണ് നിങ്ങൾക്കെങ്കിൽ പെർഫെക്റ്റ് കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഈ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. ബ്യൂട്ടി ബ്ലെൻഡർ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് പിഴിയുമ്പോൾ വെള്ളം ഉണ്ടാവാൻ പാടില്ല, ആ ഒരു വെറ്റ്നെസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ ഇട്ടു എന്നുള്ളൊരു ഫീലില്ല. നല്ല പോലെ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട്. എനിക്ക് ഈ ഒരു ബ്രഷിനെക്കാട്ടിലൊക്കെ കൂടുതൽ ഇഷ്ടം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ചെയ്യാനാണ്. നെക്സ്റ്റ് ഞാനിവിടെ എടുക്കുന്നത് കൺസീലറാണ്. മെബിലിൻ്റെ കൺസീലർ തന്നെയാണ് കേട്ടോ. അത് ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നുള്ളൂ, അങ്ങനെ കൂടുതലായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെയും ഷെയ്ഡ് ഞാൻ താഴെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ എവിടേക്കാണോ കൂടുതലൊരു ഡാർക്ക് സർക്കിൾ പോലെ ഉള്ളത് അവിടെ മാത്രം ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടും. ഇനി ഫൗണ്ടേഷൻ മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചൊന്ന് ആ ഡാർക്ക് സർക്കിൾസ് ഉള്ള ഭാഗത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ രണ്ടും കൂടി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ലിപ്പ് ഒന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ വാദി ഹെർബൽസിൻ്റെ ലിപ് ബാമാണ് എടുത്തിട്ടുള്ളത്. ഇത് സ്ട്രോബെറി ലിപ് ബാമാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ലിപ് ബാമാണ്. നല്ലപോലെ മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും നമ്മുടെ ലിപ്പ്. ഇനി നെക്സ്റ്റ് ഞാൻ ഫേസ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ പൗഡറാണ്, കോമ്പാക്റ്റ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. മെബിലിൻ ഫിറ്റ്മിയുടെ തന്നെ കോമ്പാക്റ്റ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഞാനത് അപ്ലൈ ചെയ്യുന്നത്. എക്സസ് ആയിട്ടുള്ളത് നമുക്ക് തട്ടി കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ കുറച്ചൊന്ന് ഈ ഒരു പുട്ടി അടിച്ചൊരു ഫീൽ ഉണ്ടാവും. നമ്മൾ ഈ ഒരു കോമ്പാക്റ്റ് പൗഡർ ഇട്ടാൽ തന്നെ ഒരു മാറ്റ് ഫിനിഷാണ് ഉണ്ടാവുക കേട്ടോ. ആ ഒരു ഓയിലി ഫിനിഷ് കുറച്ചൊന്ന് പോവും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെയും ഇങ്ങനെ ചെറുതായിട്ട് ഓയിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഒരു ഗ്ലോ കിട്ടും. അപ്പോൾ ഒരു മാറ്റ് ഫിനിഷാണ് നമ്മൾ ഈ ഒരു കോമ്പാക്റ്റ് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ അത് കുറേശ്ശെ തട്ടി കൊടുത്തിട്ട് വേണം ഇടാനായിട്ട്, അത് ശ്രദ്ധിക്കണം.
ഇനി നെക്സ്റ്റ് ഞാനിവിടെ ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പാലറ്റാണ് എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ഐബ്രോ പാലറ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. കുറേ കാര്യങ്ങൾ ഉണ്ട് ഇതിൽ. ഞാനിതിലത്തെ ബ്രൗൺ കളറാണ് എടുക്കുന്നത് കേട്ടോ. അതാവുമ്പോൾ നമുക്ക് പിരികം എന്താ പറയുക എഴുതിയെന്ന് അങ്ങനെ വല്ലാതെ തോന്നില്ല. ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് പിരികം എഴുതിയെന്ന് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവും. ബ്രൗൺ ആകുമ്പോൾ നമുക്കങ്ങനെ മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 199 ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഐബ്രോ പാലറ്റ് വാങ്ങിക്കാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വാങ്ങിച്ചു നോക്കാം കേട്ടോ. അഫോർഡബിൾ റേഞ്ചാണ്. അപ്പോൾ ആമസോണിലും അതുപോലെ നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും പിന്നെന്താ പറയുക പേർപ്പിളിലും ഒക്കെ അവൈലബിൾ ആണ്. ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് പേർപ്പിളിൽ നിന്നാണ്. അപ്പോൾ ഞാൻ എന്താ ഐബ്രോസ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ? ഇനി നെക്സ്റ്റ് ഞാൻ വാക്സ് എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വാക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ തിക്കായിട്ടുള്ള പിരികാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. കട്ടി കുറഞ്ഞ പിരിക എന്നെ പോലത്തെ പിരികൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് വേഗം മനസ്സിലാവും കേട്ടോ. നമ്മൾ ഷേപ്പ് ചെയ്ത ഐബ്രോസിന് മുകളിൽ കൂടെ വാക്സ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കട്ടി, നല്ലൊരു ഫിനിഷിങ്ങും നല്ലൊരു ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് തോന്നും. കണ്ടില്ലേ, നല്ല ഡിഫറൻസ് ഇല്ലേ 2 ഐബ്രോസ് ആയിട്ട്? അപ്പോൾ ഞാൻ 2 ഐബ്രോസും എന്താ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിലൊരു പിങ്ക് കളറ്, പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു പീച്ച് കളർ ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ബ്ലഷായിട്ടും അതുപോലെ ഐ ഷാഡോ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്ന് ഡോട്ടായിട്ട് ചീക്സിലിട്ട് കൊടുക്കുക. എന്നിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. ഈ ഒരു കളറാകുമ്പോൾ മറ്റേ ബ്ലഷൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ നോ മേക്കപ്പ് ലുക്കല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സംഭവം യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഫിനിഷിങ് കിട്ടും കേട്ടോ. ഏറ്റവും എന്നോട് സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ ചീക്സിലിതാ നമ്മുടെ ലിപ്സ്റ്റിക്ക് കുറച്ചൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്താലേ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് ഞാനിവിടെ ഐ ഷാഡോ ആയിട്ടാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് എടുക്കുന്നത്. നല്ലൊരു എന്താ പറയുക നാച്ചുറൽ ആയിട്ടുള്ള ഐസിൻ്റെ ഒരു ഫീലാണ് കേട്ടോ. നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ കിട്ടുന്നത് ഈ ഒരു കളർ വെച്ചിട്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. കണ്ടോ, നാച്ചുറൽ ആയിട്ടുള്ളൊരു കളറാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ 2 കണ്ണിലും പുരട്ടി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. അതാവുമ്പോൾ ഈസിയാണ്, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനും നമുക്ക് പറ്റും. ഇതൊരു ക്രീമി ടെക്സ്ചറിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ 2 കണ്ണിലും നന്നായിട്ട് ഇതാ ബ്ലെൻഡ് ചെയ്തിട്ട് ഒരേപോലെ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള നാച്ചുറൽ ഫിനിഷാണ് നമ്മുടെ കണ്ണിന് കിട്ടുന്നത്. കണ്ടില്ലേ, ഇപ്പം നല്ല ഭംഗിയില്ലേ നമ്മുടെ ഐസ് കാണാനായിട്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാനിവിടെ കണ്ണ് എഴുതുന്നില്ല. കണ്ണ് എഴുതുന്നതിന് പകരം ഞാനിവിടെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. മെബിലിൻ ഫിറ്റ്മിയുടെ തന്നെ ഹൈപ്പർ കേൾ മസ്കാരയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക ഐ ലാഷസ് ഭയങ്കര തിക്കാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ലപോലെ എന്താ പറയുക നല്ല ചന്താണ് കേട്ടോ ഈ ഒരു മസ്കാര യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ റൂട്ട്സിൽ നിന്ന് തന്നെ നന്നായിട്ട് അങ്ങോട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് മസ്കാര. നല്ല തിക്കായിട്ട് വരച്ചു കൊടുത്താൽ നമ്മൾ കണ്ണെഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ഐ ലാഷ് ഇങ്ങനെ വിടർന്നിരിക്കുമ്പോൾ തന്നെ ആ കണ്ണിൻ്റെ ആ ഒരു എന്താ പറയുക നാച്ചുറൽ ആയിട്ടുള്ള ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഐസാണെന്ന് തോന്നും നമ്മൾ ആ ഒരു മസ്കാര യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ. അപ്പോൾ ആ റൂട്ട്സിൽ നിന്ന് തന്നെ നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇതേപോലെ തന്നെ ഞാൻ അടിയിലത്തെ ഐ ലാഷിലൊന്ന് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് എന്താ പറയുക ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്താൽ തന്നെ ഐ ലാഷിലാവും. കണ്ടില്ലേ, ഇതേപോലെ കണ്ണിൻ്റെ ഉള്ളിലാവാതെ നോക്കണേ നിങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ കണ്ടോ 2 ഐസും തമ്മിൽ നല്ലൊരു വ്യത്യാസമല്ലേ. അപ്പോൾ ഞാൻ 2 ഐസിലും ഇതാ മസ്കാര ഇട്ടിട്ടുണ്ട്. നല്ല ചന്തല്ലേ, നല്ല വിടർന്ന് നിൽക്കുന്ന കണ്ണുകളായിട്ട് തോന്നും. നമുക്ക് എന്താ പറയുക കണ്ണെഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് ഞാനിവിടെ ലിപ്സ്റ്റിക്കായിട്ട് സ്റ്റേറ്റ് ക്വർക്കിയുടെ ഒരു ലിപ് ക്രയോണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡും ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. ഇതൊരു നമ്മുടെ ഈ ഒരു നോ മേക്കപ്പ് ലുക്കിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ലിപ് ക്രയോണാണ്. നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇട്ടു എന്ന് തോന്നില്ല, ആ ഒരു ടൈപ്പ് ഷെയ്ഡാണത്.
അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇപ്പോൾ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഹെയർ ഞാൻ ഫ്രീ ഹെയർ ആയിട്ടുണ്ട്, അതുപോലെ ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് മേക്കപ്പ് ലുക്ക് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓഫീസിൽ പോകാനാണെങ്കിലും കോളേജിൽ പോകാനാണെങ്കിലും ഒക്കെ സിമ്പിളായിട്ട് എന്താ പറയുക, മേക്കപ്പ് ഇട്ടിട്ടുണ്ട് എന്നാലും മേക്കപ്പ് ഇട്ടു എന്ന് തോന്നില്ല, ആ ഒരു രീതിയിലുള്ള മേക്കപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുകൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും ഒക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.